ചായന്റെ കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ മറ്റേ ക്യാമറ നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ. എനിക്ക് ഒത്തിരി ഇഷ്ടാ പൊന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ അതുപോലെ ഇഷ്ടാടി നിന്നെ എനിക്ക്. അതുപോലെ ജീവനായി പോയടി വാവേ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം അച്ചായന്റെ കുൽസിതങ്ങൾ. എടാ ഞാനൊരു കാര്യം സീരിയസ്ലി പറയട്ടാ. പണ്ടെങ്ങാണ്ട് അങ്ങേര് ചെയ്ത ചാറ്റുകൾ ഇപ്പം നീയൊക്കെ എന്തിനാടി കൊണ്ട് ഓരോന്നും പുറത്തു വിടുന്നത്? എന്നാ ചാറ്റ് പുറത്തു വിട്ടിട്ടില്ല, ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. ഇത് ഇനി അച്ചായന്റെ ആണോ നമുക്ക് കൺഫേം ഒന്നുമല്ല, അതിന്റെ ഒരു എവിഡൻസും ഇല്ല. വെറുതെ അങ്ങേരുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങേരുടെ സൗണ്ടിൽ ഒരു സാധനം കേൾക്കുന്നുണ്ട്. അതിന് അങ്ങേരുടെ അതാണോ എന്നും എനിക്കറിയില്ല. ഞാൻ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയെ, ടോണി അച്ചായൻ, നമ്മുടെ ഗേൾഡ് അച്ചായൻ. പക്ഷേ ഈ ഒരു കേസ് കണ്ട സമയത്ത് എനിക്ക് അങ്ങേരെ ഒരു തുള്ളി പോലും കുറ്റം പറയാൻ തോന്നിയില്ലേ. കുറെ പേര് പറയുന്നു അങ്ങേര് ചാരിറ്റി ചെയ്യുന്നത് മുതലാക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇത്രയും നാള് നീയൊക്കെ എവിടെയായിരുന്നു എന്നാണ് ഈ പെണ്ണുങ്ങളടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് വന്ന് പറയുന്നു, ഇന്ന് ഷെയർ ചെയ്യുന്നു, പുറത്തു വിടുന്നു. എന്തോന്നടേ ഇത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കണ്ടില്ലേ? പണ്ടങ്ങാണ്ട് പരസ്പര ഇഷ്ടത്തോടെ പല പരിപാടികളും ചെയ്തു വെച്ചിട്ട് ഇന്ന് കുറ്റക്കാരൻ രാഹുൽ മാങ്കൂട്ടം മാത്രം. അതേ ഒരു അവസ്ഥയിലോട്ടാണ് ഈ അച്ചായൻ ഇപ്പൊ പോകുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി. അങ്ങനെ പരസ്പരം ഇഷ്ടത്തോടെ ചെയ്തതാണോ ഇനി എന്തോ വാട്ടവർ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ട്. എന്തായാലും അവളുമാർ അന്ന് വന്നിട്ടില്ല. ഇനി അങ്ങേര് ആരെയും കയറി പീഡിപ്പിച്ചിട്ടില്ല, ആരുടെ കൺസെന്റ് ഇല്ലാണ്ട് അങ്ങേര് ഒരു മോശം പൊക്കി കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തിനാ അങ്ങേരുടെ ഒരു ചാറ്റ് പോലും പുറത്തു വന്നിട്ടില്ല. ആരൊക്കെ മുന്നോട്ട് വന്നിട്ട് പല വോയിസിലൂടെ പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അതുപോലെ പല ചാറ്റുകൾ അവര് സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്തൊക്കെ ഇടുന്നുണ്ട്. ഇതിന്റെ ഒന്നും നമുക്ക് പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അച്ഛൻ്റെ ഒരു വോയിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് കടന്ന് പറക്കുന്നുണ്ട്. പിന്നെ വേറൊരു പെണ്ണും പയ്യനും കൂടി വന്നിരുന്നു കൊണ്ട് അച്ഛൻ അങ്ങനെയുള്ളവനാണ് ഇങ്ങനെയുള്ളവനാണ്, പണ്ട് എന്നോട് അങ്ങനെ ചാറ്റ് ചെയ്ത് ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഞാൻ അച്ഛൻ അൺസെൻഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൊടുക്കാം. എടാ ഞാൻ സത്യം പറയാം, ഉള്ള കാര്യം പറയാം. നിനക്കൊക്കെ നിന്റെ അടുത്തൊക്കെ ഒരു വ്യക്തി മോശമായിട്ട് പെരുമാറി എന്ന് നിനക്കൊക്കെ ഒരു തോന്നൽ തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സമയത്ത് പ്രതികരിക്കുക, ആ സമയത്ത് വലിച്ചു ഒട്ടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ കൂട്ടത്ത് കൊണ്ടിട്ട് അടിക്കുന്ന തന്തയില്ലാത്ത പരിപാടി കാണിക്കരുത്. അതെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. സത്യം എനിക്ക് എന്തോ പോലെ തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. ഇവളുമാർക്ക് ഇത്രയും നേരം എവിടെ ഗീതത്വം ഉണ്ടായിക്കൊണ്ടിരുന്നെന്നാണ് ഞാൻ ഇരുന്ന് ആലോചിച്ചത്. ഇത്രയും കാലം കാണാനില്ലായിരുന്നു. ഇതാ ഇപ്പം വന്നിരിക്കണം എല്ലാം കൂടി കുറ്റിയും പറിച്ചുണ്ട് അച്ചായന്റെ കുൽസിതങ്ങളെന്ന് പറഞ്ഞുകൊണ്ട്. ഉളുപ്പില്ലേന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് പുച്ഛം തോന്നി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ഒരു ആണിനെ തകർക്കാനായിട്ട് ഒരു പെണ്ണ് കേസ് കൊണ്ട് ഇട്ടാൽ മതി, തീർന്ന്. എന്തിന്? നാളെ ഞാൻ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വോയിസും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ എൻ്റെ ചാറ്റുകളും എടുത്ത് ആർക്കെങ്കിലുമൊക്കെ പുറത്തടിക്കാം. സ്നേഹത്തോടെ നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്തും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നേഹമായിട്ട് പറഞ്ഞെന്ന് വരും. അതൊക്കെ നാളെ ഒരു ദിവസം എടുത്തു വെച്ച് അങ്ങ് അടിച്ചു തരും അണ്ണാക്കി. ഞാൻ ലോകം കണ്ട പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അവരാതും ആവശ്യമില്ലാത്ത ഞാൻ പറയാൻ പോയിട്ടില്ല. എനിക്കെതിരെ ആരെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയന്തരമായിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഈ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചാറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ വലിച്ചങ്ങ് അടിച്ചു കൊടുക്കും. ഇവിടെ അങ്ങേരുടെ ഉടായ്പകളുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്ത് നമുക്ക് കാണാം. അല്ലാണ്ട് പണ്ടെങ്ങാണ്ട് സംസാരിച്ചതും ഇക്കിളിപ്പെടുത്തിയതുമായിട്ടുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ചായൻ അങ്ങനെയുള്ളവനാണ്, അച്ചായൻ ഇങ്ങനെയുള്ളവനാണ്, പെണ്ണ് കേസരാണ്, പെണ്ണ് വീരനാണ്. എന്തോന്നടേ ഉളുപ്പില്ല എനക്കൊക്കെ. ഞാൻ ആദ്യം ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അങ്ങേരെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഈ പെണ്ണ് കേസുകളുമാർ കൊണ്ടങ്ങ് കുത്തി ഇട്ടു കൊടുക്കുകയാണ്. അച്ഛൻ അങ്ങനെയുള്ളവനാണ്, അച്ഛൻ ഇങ്ങനെയുള്ളവനാണ്. എന്ത് കഷ്ടോടാ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ അവസ്ഥ. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പരസ്പര ഇഷ്ടത്തോടെ പരസ്പര കൺസെന്റോടെ ചെയ്ത പല പരിപാടികളും പിന്നെ ഈ കാലമായപ്പം അങ്ങേര് മാത്രം കുറ്റക്കാരനായി. എന്നിട്ട് അവളുമാരെല്ലാം അതിജീവിതകളും ഇരകളും മുങ്ങിയിരിപ്പുണ്ട്. രാഹുൽ മാങ്കൂട്ടം മാത്രം പീഡനവീരൻ. ഇതാണ് കിട്ടിയിട്ടുള്ള പേര്. ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അംഗീകരിക്കത്തില്ല. എനിക്ക് ഈ ഒരു പോസ്റ്റ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്ക് ഷെയർ ചെയ്തത് അച്ഛൻ്റെ കുൽസിതങ്ങളെന്ന് പറഞ്ഞു. ഞാൻ ആ സ്പോട്ടിൽ ആ പെൺകുട്ടി എടുത്ത് പറഞ്ഞു. അവളും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവളും അത് തന്നെയാണ് എന്നോടും പറഞ്ഞത്. എന്തുവാ അങ്ങയുടെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന ഓക്കെ. ഇതെന്തുവാ പരസ്പര ഇഷ്ടത്തോടെയാണോ അല്ലെങ്കിൽ പണ്ടങ്ങാണ്ട് നടന്ന ചാറ്റുകൾ ഇതൊക്കെ എടുത്തിട്ട് എന്തിനാണ് ഇവളുമാർ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എൻ്റെ അടുത്തൊരു പെൺകുട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. എന്ത് നാറി പരിപാടിയാണ് നീയൊക്കെ കാണിക്കുന്നത്? നിനക്ക് ഇത്രയും കാലം നീക്ക് എവിടെയായിരുന്നു? ഏത് പൊത്തിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു? ഇപ്പൊ വന്നിരിക്കണം എല്ലാം കൂടി കുടയും പിടിച്ചുകൊണ്ട്. ഞാനൊരു അരുവേന്ന് ഓരോന്നായിട്ട് കൊടുക്കാം. കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ കഷ്ടം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടം പൊന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ.
എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ട് അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക്. അതുപോലെ ജീവനായി പോയടി വാവേ. ആ, അതുപോലെ ജീവനായി പോയി ഭാവേ. ഈ വോയിസിൽ വേറെ വിഷയമായിട്ടൊന്നും തോന്നിയില്ല, ഒരാളോട് ഇഷ്ടം പറയുന്നതായിട്ടാണ് തോന്നിയത്. ഇനി ഞാൻ വേറൊരു കേസും കൂടി പറയാം. ഈ വോയിസ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന സമയത്ത് ഇങ്ങനെ BMW ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അതിനി അങ്ങേരുടെ വോയിസ് ആണോ നമുക്ക് ഒരു ഉറപ്പുമില്ല. ചാറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഈ ഒരു സാധനം കാണിച്ച് ഈ ഒരു വോയിസും കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതിനി വല്ല ഡബിങ് ആർട്ടിസ്റ്റിനെ വല്ല വച്ച് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇനി അങ്ങേരുടെ ആണോ എന്നും അറിയാൻ പാടില്ല. ഒരു പിടിയുമില്ല. അങ്ങനെ ഒരു വോയിസ് അങ്ങ് എടുത്ത് അടിച്ചു കൊടുത്ത് ഇനി ഇതിന്റെ പുറമെ വന്നിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേറൊരു കപ്പിൾ വ്ളോഗേഴ്സ് ഉണ്ട്. അവർ രണ്ടുപേരും കൂടി വന്നിട്ട് അച്ഛനങ്ങ് അപരാധിക്കുക. അതിൽ ആ പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായി, ആ പെൺകുട്ടിയുടെ അടുത്ത് ചാറ്റ് ചെയ്തെന്നും എന്നിട്ട് ആങ്കറിങ്ങിന് പോയെന്നും ആങ്കറിങ്ങിന് വീണ്ടും പോയിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞാണ് വന്നത് കേട്ടോ. ഇത്രയും കാലം നീ എവിടെയായിരുന്നു കൊച്ചെ? ഇത്രയും കാലം നിനക്കറിയത്തില്ലായിരുന്നോ? ഇപ്പൊ വന്നിരിക്കണം പ്രതികരിക്കുക. അന്ന് ഞാൻ പ്രതികരിക്കണം എന്ന് വിചാരിച്ചു. എന്റെ ഏട്ടായും പ്രതികരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണ് വേണ്ടെന്ന് വെച്ചത്. എങ്കിൽ പിന്നെ ഇപ്പൊ എന്തിനാ വന്നത് പ്രതികരിക്കാനായിട്ട്? ഈ വീണ് കിടക്കുമ്പോൾ ഒരുത്തനെ ചവിട്ടി അടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ അടുത്ത പരിപാടികൾ എല്ലാ തന്തയില്ലായ്മകളും ഒരുമിച്ച് കാണിക്കരുത്. എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല. ഇവിടെ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല എന്ന് വെച്ചിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രതികരിക്കും, വലിച്ചു കീറി ഒട്ടിക്കും, അതിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ പരസ്പര ഇഷ്ടത്തോടെയോ അല്ലെങ്കിൽ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ചതിന് പിന്നെ ഒരു സമയം ഒരു വീഴ്ച വീഴുന്ന നിൽക്കുന്ന സമയത്ത് കൊണ്ടിട്ട് അടിക്കുന്ന ഈ ഒരു പരിപാടിയില്ലേ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലടേ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമാണ് തോന്നിയത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആണുങ്ങൾ സഫർ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. കാരണം ഒരു ആണിനെ കരിയർ തകർക്കാൻ, ഒരു ആണിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് കേസങ്ങ് എടുത്തിട്ട് കൊടുക്കും. ഒരു പെണ്ണ് കേസങ്ങ് ഇടും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ ഒരുപാട് ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിൽ നാളെ അവിടെ ഇവിടെ അമ്പും തുമ്പും ഇല്ലാണ്ട് കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് എനിക്കെതിരെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടത് തന്നെ ഞാൻ ഏറിപ്പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് നേരെ ഒരു വൃത്തികെട്ട രീതിയിൽ ആൾക്കാർ കാണാൻ തുടങ്ങും. ആ ഒരു രീതിയിൽ അതാണ് സമൂഹം. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യും. എനിക്കിത് കണ്ടപ്പോൾ അത്ര വിഷമം തോന്നി. കാരണം ഓരോ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആണുങ്ങൾ സംസാരിക്കണം. അതുപോലെ ഇതിനെയൊക്കെ ഇത്തരം ചീഞ്ഞ പരിപാടികൾ കാണിക്കുന്ന പെണ്ണുങ്ങളെ വിമർശിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സെയിം അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ അച്ഛനെ വന്നിട്ടുള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അങ്ങനെ വിമർശിച്ച് വീഡിയോ ചെയ്ത വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ കേസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലടേ. ഇതൊരുമാ ചീഞ്ഞളിഞ്ഞ പരിപാടിയായിപ്പോലോ. തന്തയില്ലായ്മയാണ് അങ്ങേരോടെ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാ ആണുങ്ങളും സഫർ ചെയ്യുന്നതാണ്. നിങ്ങൾ എത്രയോ പെൺപിള്ളേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു സമയത്ത് നമ്മുടെ പ്രായം തെറ്റിയ പ്രായത്തിൽ നമ്മൾ ഭയങ്കര സ്നേഹമായിട്ടൊക്കെ മെസ്സേജ് അയക്കും. നമ്മൾ ആരെയും ഒന്നും പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ആ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അയച്ചെന്നിരിക്കും. പക്ഷെ അത് ഒരു സമയം കഴിയുമ്പോൾ അവര് വലിയ നന്മ മരങ്ങളും പതിവ്രതകളും ഇപ്പുറത്ത് നിൽക്കുന്ന ആണുങ്ങൾ മറ്റേ അടുത്തവന്മാരും ഈ ഒരു സെറ്റപ്പിൽ കൊണ്ട് അടിക്കുന്ന സാധനമില്ലേ, അത് ഒട്ടും നല്ലതല്ല. ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഇവര് ഏതാ കപ്പിൾ വ്ളോഗേഴ്സ് ആണ്. മല്ലു കപ്പിൾസാ, മല്ലു കോമ്പസാ, അങ്ങനെ എന്തോ ആണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം. വേണ്ട വിട്ടുകളാ. എനിക്ക് പണ്ടേ എടുത്ത് ചെയ്യാനായിരുന്നു. ചെയ്യാത്തെന്ത് എന്റെ പൊന്നളിയാ? അവള് പറഞ്ഞു വേണ്ട വിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് അവള് പറഞ്ഞില്ലേ വേണ്ട വിട്ടായിരുന്നു? ഇതാണ് എനിക്ക് പിടിക്കാത്ത കുഴപ്പം കേട്ടോ. ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒരുമാതിരി തോന്നിയ ദിവസമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾ അന്ന് പ്രതികരിക്കണമായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി വളഞ്ഞിട്ട് എനിക്ക് അല്ലെങ്കിൽ ഈ പെണ്ണ് കേസ് കൊണ്ടിട്ട് അടിക്കൂലേ, അത് കാണുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വരും. അതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എക്സാമ്പിൾ എടുക്കാം. പരസ്പര കൺസെന്റ് അവർ ചെയ്ത പരിപാടികൾ പിന്നെ അത് വീടിനായി മാറുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടം മാത്രം കുറ്റക്കാരനാവുന്നു. അളിയ നീ ഒരാണാണ്. അത് നീ മനസ്സിലാക്കണം. നാളെ നിനക്കെതിരെ ഒരു പെണ്ണുകൊണ്ട് ഒരു ആരോപണം ഇട്ട് കഴിഞ്ഞാൽ നീയും പെട്ട്. അത് നീ ആലോചിക്കണം കേട്ടാ. ഇപ്പം നിന്റെ വൈഫിന്റെ കൂടെ നീ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, വാട്ടവർ. ബാക്കി ഇവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ, എന്നും കുടുങ്ങുമെന്നുള്ളത് വേറെ ആരും അല്ല. രണ്ടുപേർക്കും ഭയങ്കര ഉറപ്പായിരുന്നു. എങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം പ്രതികരിക്കാതെ ഇപ്പൊ ഒന്ന് പ്രതികരിച്ചിരിക്കുന്നു? ഇപ്പൊ നിങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ പറയുന്ന വെച്ച് അന്ന് ഞങ്ങൾ പറഞ്ഞില്ല വേണ്ട വിട്ടുകള. അതെന്താണ് അന്ന് വിട്ടുകളഞ്ഞ് നിങ്ങൾ ഇപ്പൊ വിട്ടുകളയാത്തത്? മോശമേ. ഇതിപ്പം നിങ്ങൾ പറയുന്നത് ജെന്യൂൻ ആണോ ഫേക്ക് ആണോ എന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഉള്ള കാര്യം പറയാം. ഇവള് ആങ്കർ
MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടില്ലയോ? പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴും ഓക്കെ, ഈ പെൺകുട്ടി ആങ്കറിംഗ് പരിപാടി എന്താണ്? ടോണിച്ചാന്റെ അവിടെ ആങ്കറിംഗ് പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബാക്കി മെസ്സേജ് അയച്ചാലോ? എന്തോ അയച്ചേ? അയ്യോ, അതായത് മൂന്നാമത്തെ ഇവന്റ് കഴിഞ്ഞപ്പോൾ ടോണിച്ചായൻ മെസ്സേജ് അയച്ചെന്നാണ് പറഞ്ഞത്. പിന്നെ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? മെസ്സേജ് എന്തെങ്കിലും അയച്ച തെളിവുണ്ടോ? ഇനി മെസ്സേജ് അയച്ചതിന് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചേച്ചി റിപ്ലൈ കൊടുക്കാൻ പോയതിന്. ഇനി ചേച്ചിക്ക് അത് പ്രശ്നമായിരുന്നു, അന്ന് എന്തുകൊണ്ട് ചേച്ചി പ്രതികരിക്കാതെ ഇപ്പം വന്ന് പ്രതികരിക്കുന്നു? ഞാനതേ ചോദിക്കത്തുള്ളൂ, ഞാൻ അങ്ങനെ തന്നെ ചോദിക്കും. അപ്പൊ ചോദിക്കും, നിന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇങ്ങനത്തെ ഒരു വിഷയം വന്നാൽ നീ ഇങ്ങനെ സംസാരിക്കുമെന്ന്. ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോഴും പറയണം. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും പറയുമ്പോൾ ആ കൂട്ടത്തിൽ കയറി പറയുന്ന മറ്റേ അടുത്ത പരിപാടി കാണിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ ഒരു മറ്റേ അടുത്ത ഭാഗങ്ങളാണ് കാണിക്കുന്നത്. എടാ, ഇപ്പം ടോണിച്ചായ ഉരിഞ്ഞു പോകുന്ന മെസ്സേജ് അയച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും അങ്ങേരുടെ നഗ്ന പ്രസംഗം വല്ലതും നടത്തിയ നിങ്ങളുടെ കൺസെന്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങേരുടെ വല്ലതും എടുത്ത് അയച്ചു തന്നു, അല്ലെങ്കിൽ വെറും വൃത്തികെട്ട് എന്തെങ്കിലും സംസാരിച്ചോ, വെറും തറയായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് അറിയണം. അല്ലാണ്ട് ഇഷ്ടമാണെന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞതെങ്കിൽ അതിൽ വെറും അങ്ങ് തൊലിയുരിഞ്ഞു പോകുന്ന മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്നെ ബാക്കി പറയേണ്ടി വരും. എന്റെ പൊന്നളിയാ, നീ ഫ്രണ്ട് ഇരിക്കണല്ലോ, നീ വലിയ സൂപ്പർ ആയിരുന്നു കേട്ടോ. നീ പണ്ടേ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നല്ല അടിപൊളി, നല്ല ഒന്നുമില്ല. കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടി വി എടുത്ത് കറി വെച്ചോളാൻ പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ ചേച്ചി? സ്നേഹത്തോടെ വേണേ കറി എടുത്ത് വെച്ചോ. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ടി വി എടുത്ത് കറി വെക്കാൻ പറയുന്നത് തെറ്റാണ്. ചേച്ചിക്ക് വേണേ കറി എടുത്ത് വെക്കുക, അല്ല വെക്കണ്ട. എന്തോന്നേ ഇത്? ചിലപ്പോൾ അങ്ങനെ കോഴി തന്നെ കാണിച്ചു കാണും, മേ ബി, അറിയില്ല, എനിക്കറിയില്ല. കാണിച്ചോ ഇല്ലയോ അതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? അപ്പൊ ഇപ്പം നിങ്ങൾ ഇനി ചുമ്മാ ഈ ഒഴുക്കിനനുസരിച്ച് നീന്താൻ വേണ്ടിയിട്ട് അങ്ങേർക്കിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വന്നേണ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്ത ആളാണ് ഞാൻ. ഞാൻ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും എനിക്കത് വിഷമം തോന്നിയിട്ടാണ് ഇങ്ങനത്തെ കേസുകൾ വന്നിട്ട് ഒരുമാതിരത്തെ പരിപാടി കാണിക്കുമ്പോൾ. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലേ? ചീഞ്ഞളിഞ്ഞ കേസാണ്. അതിന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു. എന്റെ പൊന്നത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു. എന്റെ പൊന്നു ചേച്ചി, എന്താണെങ്കിലും ഇങ്ങനെ കോഴിത്തരം കാണിക്കും. ആ സൈഡിൽ ഒരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ ടിവിയാ, അതെടുത്ത് സൈഡിൽ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങേര് അപ്പൊ പിന്നെ ടി വി എടുത്തോണ്ട് പോയാ? ടി വി കൊണ്ടുപോയാ? അതായത് കൂടെ ഉണ്ടായിരുന്ന പയ്യന്മാർ പറഞ്ഞാൽ ചേച്ചി എന്തായാലും ടി വി എടുത്തോണ്ട് പോവാം, അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിൽ കോഴി തന്നെ കാണിക്കുക, അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് ടി വി എടുത്തോണ്ട് പോകും. എന്നിട്ട് എടുത്തോണ്ട് പോയോ? എടേ, എന്തോന്നടേ, ഒരു കോഴി തന്നെ കാണിച്ചാണോ? അല്ലെങ്കിൽ ഒരു വായി നോക്കുന്നതാണോ തെറ്റ്? ഇത് തെറ്റാണ്, എനിക്കറിയാൻ പാടില്ല. അയ്യേ, നമ്മൾ വായി നോക്കത്തില്ലേ? ഞാൻ നോക്കും, വായി നോക്കും. നല്ല പെമ്പിള്ളേർ പോകുമ്പോൾ ഞാൻ വായി വളർന്ന് നോക്കും. ആണുങ്ങളായ പെണ്ണുങ്ങൾ നോക്കും, പെണ്ണുങ്ങളായ ആണുങ്ങളെ നോക്കും. അതൊരു പ്രകൃതി നിയമമാണ്. പിന്നെ കോഴിത്തനവും ചിലപ്പോൾ കാണിക്കും. ഇവിടെ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ ദേഹത്ത് തൊടുകയും മോശമായിട്ട് പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ്. അല്ലാണ്ട് നമ്മൾ കോഴിത്തനം കാണിക്കുന്നതോ ഒരു പെണ്ണിനെ വളയ്ക്കാൻ നോക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് തെറ്റല്ല, അതൊരു തെറ്റേ അല്ല. കോഴിത്തനം കാണിക്കാത്ത ആണുങ്ങളുണ്ടാടെ, പെണ്ണുങ്ങളും ഇല്ല. പെണ്ണുങ്ങളും കണക്ക് എല്ലാവരും കോഴിത്തനങ്ങൾ കാണിക്കും. എല്ലാവരും അവരുടേതായ രീതിയിൽ അവരുടേതായ സർക്കിളിൽ കോഴിത്തനങ്ങൾ കാണിക്കും. എൻ്റെ പൊന്നളിയന്മാർ, ഇതൊക്കെ ഇത്തിരി കുറച്ച് കടന്നു പോയിടാ. നീ ഒരു ആണല്ലടാ, നിനക്കത് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെടാ. അപ്പൊ പറയും നീ ഭയങ്കര ഡീസൻ്റ് ആണ്. പിന്നെ ഓപ്പാണ്. എടേ, മോശമായിട്ട് പെരുമാറി ചെയ്യാൻ പാടില്ലാത്ത വല്ലതൊക്കെ നിങ്ങളുടെ കൺസെപ്റ്റ് ഇല്ലാതെ നിങ്ങൾ ചെയ്തെങ്കിൽ ഞാൻ ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ വെറും നാറിയാണ്, തെണ്ടിയാണെന്ന് ഞാൻ തന്നെ വിളിച്ചു പറയാം. ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് വേറെ പലരെയും പറ്റിയിട്ട്. പക്ഷെ ഇതെന്തുവാടേ, ഇത് മനഃപൂർവ്വം നിങ്ങൾ ചെളിവാരി തയ്ക്കുന്ന ഒരു പരിപാടിയില്ലേ? ഫേസ്ബുക്കിൽ നിന്ന് കുറെ ആളുകൾ മറ്റേ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നപ്പോഴത്തേക്കിന് അവന്റെ സംസാരം കേട്ടാലേ അറിയും ഈ പറയുന്ന രീതിയിലുള്ള അതെന്താ ചേച്ചി, പച്ച ബാറ്റും ചുവന്ന ഷൂവും ക്ലിപ്പച്ചയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല? അത് അവരുടെ ഇഷ്ടമല്ലേ ചേച്ചി? എനിക്കിത്തരം സംസാരങ്ങൾ യോജിപ്പില്ല. നമ്മൾ കളിയാക്കാറുണ്ട് നമ്മുടെ സർക്കിൾ. പക്ഷെ ഇത് ചേച്ചി എനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല. നിങ്ങളുടെ ഈ സംസാരവും
ഇപ്പൊ വരുന്ന ചാറ്റുകളും ഒന്നും ഒരു അർത്ഥത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് വളരെ എന്തോ ഒരു ആളെ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവസാനം നോക്കിയിരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടായ സമയത്ത് പ്രതികരിക്കണമായിരുന്നു. ഇത് അപ്പോഴൊന്നും വരാതെ ഇപ്പോഴും നിങ്ങൾ പറയുന്നല്ലോ വല്ല വാസ്തവമുണ്ടോ സത്യമുണ്ടോ ചുമ്മാ തള്ളുന്നതാണോ ഇതൊന്നും അറിയാൻ പാടില്ല. ചുമ്മാ എന്നിട്ട് വായത്താൾ അടിക്കുകയല്ലേ. അതില് ഫെയർ ആൻഡ് ലവ്ലിയുടെ മോള് പൗഡറും വിത്ത് ഐഷാഡോ ആൻഡ് ലിപ്സ്റ്റിക്. ചേച്ചി അതൊക്കെ ഒരാളുടെ ഇഷ്ടമല്ലേ. അവര് ഫെയർ ആൻഡ് ലവ്ലി ഇടണോ പൗഡർ ഇടണോ ഷൂ ഇടണോ ജെട്ടി ഇടണോ എന്നൊക്കെ അതൊക്കെ അവരുടെ ഇഷ്ടമല്ല. അവരെന്തേലും ഇടട്ട്. എന്തോന്നടാ ഇത്? പിള്ളേരെ പൗഡർ ഇട്ട് ഇറക്കുന്ന പോലെ ഞങ്ങളെ വീട്ടിൽ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഇവള് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വർഷം മുന്നേ ആ സമയത്ത് ഇവളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങേറെ ഈ കുടം ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കാണും, ഇവ നായിന്റെ പോലെ ഇവർ ഇങ്ങനെ ഉള്ളത്തരാന്നും പറയുമായിരുന്നു അവള്. നമ്മളത് വിട്ടാ കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും കുത്തിപ്പോക്കുന്നതാണ്. ഓക്കെ, എല്ലാരും വിട്ട്. ചേച്ചി അത്രയ്ക്ക് അങ്ങനെ എന്താ മോശമായിട്ട് പെരുമാറിയത്? കോഴിത്തനം കാണിച്ചതാണോ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ചേച്ചി എടുത്ത് പെരുമാറി ഇത്രയും നാറി തെണ്ടി എന്നൊക്കെ പറയാനായിട്ട്? കോഴിത്തനം കാണിച്ചതാണോ? ഒരാള് മോശമായിട്ട് എന്തെങ്കിലും ചേച്ചി എടുത്ത് വളരെ വളരെ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും. കാരണം ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ട് എന്തും വന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഷിംജിത തന്നെ എക്സാമ്പിളാണ്. ദീപക്കിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ സത്യം ഈ പെണ്ണ് കേസ് വരുന്ന സമയത്ത് ഞാൻ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതൊരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് വലിച്ചീറ് ഒട്ടിക്കുക, അത് യാതൊരു നായിന്റെ മോനായാലും. പക്ഷെ ഇങ്ങനത്തെ അവസ്ഥയിൽ കൊണ്ടിട്ട് അടിക്കുന്ന ഈ ഒരു വർത്തമാനമുണ്ട്, മോശം, വളരെ മോശം. നമ്മള് ഓർക്കുന്നത് ഇപ്പോൾ എന്തോ നിന്നോട് അയച്ചത് എന്തോ ഇഷ്ടമായിട്ടാ നിനക്ക് മെസ്സേജ് അയക്കുന്നത്, നീ എവിടെ അടി. പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് അല്ല പുള്ളി ഭയങ്കര സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ ഭയങ്കര മറ്റേ ഈ ലൈംഗിക ചുമയോടുകൂടി പറയില്ലേ, അയ്യോ അത് തൊഴിഞ്ഞു. എന്തുവാടി എവിടെയാടി എന്നൊക്കെ ചോദിക്കുന്നതാണോ? എന്തുവാടേ നിങ്ങൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എടുത്തു വെച്ച് കാണിക്ക്. അത്രയ്ക്ക് മോശമായിട്ട് അങ്ങ് പെരുമാറിയെങ്കിൽ ഇതിപ്പോ ചുമ്മാ നിങ്ങൾ എന്തുവാ? നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി ഞാൻ വിശ്വസിക്കത്തുമില്ല. കാരണം ഒരുപാട് ആണുങ്ങൾ ഇതേ അവസ്ഥയിലൂടെ സഫർ ചെയ്യുന്നുണ്ട്. അല്ല, ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം അങ്ങേരെ അനുഭവിച്ചിട്ടുള്ള മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവും. പരസ്പരം ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചെയ്ത പരിപാടി പിന്നെ വന്നിട്ട് കുറ്റമായിട്ട് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കഷ്ടം. ഈ വീണ് കിടക്കണം എന്നാ അടിക്കുമെന്ന് പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ് എനിക്ക് മനസ്സിലായത്. എടാ ഇപ്പോൾ ടോണി ചായന്റെ എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് എക്സ്പോസ് ചെയ്യും. മീൻസ് ഇമാതിരി ചീഞ്ഞളിഞ്ഞ കേസല്ല. അങ്ങനെ എന്തെങ്കിലും ഉടായ്പ കാണിക്കുന്നുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്യും, നമുക്കത് സംസാരിക്കാം. പക്ഷെ ഇതൊരുമാതിരി മാച്ചോ ആയി പോയിട്ടാ പെണ്ണ് കേസൊക്കെ കൊണ്ടിട്ട് ഒരുത്തനെ ചവിട്ടി താഴ്ത്തുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? കഷ്ടം. നിങ്ങളുടെ ഭർത്താവ് പെർഫെക്റ്റ്, ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് ഇന്നേവരെ കോഴിത്തനം കാണിച്ചിട്ടില്ല. സൂപ്പർ. ഞാനൊരു എന്റെ വീട്ടിലെ മൂത്ത ചേട്ടനായിട്ടാ കാണുന്നത്. പുള്ളി തിരിച്ചു പറഞ്ഞു, ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ, വേറെ ലവർ ഉണ്ടല്ലോ എന്നെങ്കിൽ വർക്കിന് വിളിക്കില്ലാട്ടോ എന്നും പറഞ്ഞിട്ട് പുള്ളി എല്ലോ മെസ്സേജ് അടിച്ചത്. ഓക്കെ, നീ ഇപ്പോ ചേച്ചിയാണെങ്കിൽ സഹോദരനെ പോലെ മൂത്ത ചേട്ടനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പിന്നെ സംസാരിക്കാൻ നിന്നില്ല. ദാറ്റ്സ് ക്വാളിറ്റി. മനസ്സിലായ? പിന്നെ ഒരുമാതിരി വൃത്തിയായിട്ട് സംസാരിക്കാൻ നിന്നില്ല. അത് ചേച്ചീനെ പറയുന്നത് അയച്ച മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയി. അങ്ങനെ കോഴിത്തനം കാണിച്ച് വളയ്ക്കാൻ നോക്കി, കാണാം മേ ബി. അത് ചേച്ചി പറയുന്ന അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല കേട്ടോ. സീരിയസ്ലി അത് വീണ്ടും ഞാൻ പറയാം, അറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചേച്ചി പറയുന്ന അറിവ് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങേര് ചേച്ചി എടുത്ത് അങ്ങനെ സംസാരിച്ചെങ്കിൽ ചേച്ചി സഹോദരനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയില്ലേ. പിന്നെ എവിടെയാണ് അങ്ങേര് തെറ്റുകാരനായത്? വർക്കിന് വിളിക്കൂലെന്ന് പറഞ്ഞു. അങ്ങേര് ഇപ്പൊ നിങ്ങളെ വർക്കിന് വിളിക്കണോ വേണ്ടെന്ന് അങ്ങേര് തീരുമാനിക്കും. അങ്ങേര് വിളിക്കൂലെന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഫോട്ടോ എടുത്ത് അങ്ങനെ അയച്ചു തന്നോ? എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഒരാളെ ഒരു കോഴിത്തനം കാണിച്ചു എന്ന് പറഞ്ഞ് പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ഒരാണിന്റെ ജീവിതവും ഒരാണിന്റെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആണ് ചെയ്യുന്നത്. വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ, വളരെ മോശം. സീരിയസ്ലി ഞാൻ പറയാം, വളരെ മോശമാണ്. സ്വയമേ ഒരു ഉളുപ്പ് തോന്നില്ല. എടാ നിനക്ക് അടുത്തിരുന്ന് ഇരിക്കണമല്ലോ, ഭർത്താവാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? നീ ഒരാണല്ലേ? നീ ഇന്നേവരെ ഒരു പെണ്ണുങ്ങളടുത്ത് കോഴിത്തനം കാണിച്ചിട്ടില്ലേടേ? എന്തോന്നടേ ഇത്? ഒരു പെണ്ണിന്റെ ദേഹത്ത് കൺസെന്റ് ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ ഏത് മറ്റേവനായാലും ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും. പക്ഷെ ഇത് നമുക്ക് എങ്ങനെയാടാ അവസ്ഥ? വല്ലാത്ത അവസ്ഥ കേട്ടോ ടോണിച്ചാ. സോറി, നിങ്ങളെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇത് ഒരാണിനും അവസ്ഥ വരാൻ പാടില്ല. ഇതുപോലുള്ള അപരാധങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് ഒരൊറ്റ മനുഷ്യരും പോലും സപ്പോർട്ട് ചെയ്യില്ല. ഇതെല്ലാ ആണുങ്ങൾക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് ആയി കഴിഞ്ഞാൽ നേരെ കൊണ്ടാവാൻ നെഞ്ചത്ത് പെണ്ണ് കേസ് ഇട്ടുകൊടുക്കുക. ഇത് സ്ഥിരം പരിപാടിയാണ്.
അപ്പോഴാ എല്ലാ എണ്ണത്തിന് അണ്ണാക്കി പിരിവട്ടിക്കും. ഞാൻ മുന്നേയും ഞാൻ പല കേസുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവള് മാറി പറയുന്നത് എടുത്തു വെച്ച് അങ്ങ് അടിക്കും. ഇവള് ഒരു ഇത്രയും കാലം എവിടെയായിരുന്നു? അപ്പൊ പറയും പേടിച്ചിരുന്നു, സപ്പോർട്ടിന് ആരും കിട്ടിയില്ലെന്ന്. ഇപ്പൊ ആരാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്? കഷ്ടോടെ, പരമഷ്ടം. വിട്ടിറങ്ങിപ്പോലും സോ ഇതാണ് അച്ചാനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് കണ്ടോണ്ടിരുന്നപ്പോഴത്തെ ഞങ്ങൾക്ക് തോന്നിയൊരു അപ്ഡേറ്റ്. ഇത് കണ്ടിട്ട് അച്ചായ ഞങ്ങളെ നോക്കുമെന്ന് അറിയത്തില്ല. പിന്നെ അപ്പൊ ഓക്കെ ബൈ. ഇതിലെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം പറയാമോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതും കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഒരാളടുത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെച്ചോ. ഇപ്പം ഞാൻ എൻ്റെ അടുത്തുനിന്ന്, നിങ്ങൾ സ്ത്രീകൾ, ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ആരെയും കാണുമല്ലോ, നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ നിങ്ങളടുത്ത് എന്ത് ചെയ്യും? എന്നെ ബ്ലോക്ക് ചെയ്യും, എന്നെ വേണ്ട, എൻ്റെ കൂടെ ഉള്ള ഒരു കമ്പനി വിടും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ വീഡിയോസ് കാണുമോ? ഇല്ല. ഇനി ഞാൻ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വരുമോ? ഇല്ല. നിങ്ങൾ ഞാനുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇതിൽ വരാൻ ശ്രമിക്കുമോ? അല്ലെങ്കിൽ അബദ്ധവശാൽ വന്ന് കയറിയാൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യും? പറ്റില്ല എന്ന് പറയും, ഇവന് വേണ്ടി ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് പോയല്ലേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ ചെയ്തത് കണ്ടോ? നാലാമത്തെ ഉറക്കിന് അവിടുന്ന് അന്ന് ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അറിഞ്ഞില്ലെന്നോ, അല്ലാതെ ഞെട്ടിപ്പോയി. എനിക്കും അറിയില്ലായിരുന്നു ഇവരുടെ പ്രോഗ്രാം എന്നുള്ളത്. പെട്ടെന്ന് ഞാൻ സ്ഥിരം ഇവന്റ് ചെയ്യുന്ന ചേച്ചിയുണ്ട്, പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് അന്നാണ് പ്രോഗ്രാം, ഒരു 2 ഇപ്പൊ അടുത്ത് ഒരു 3-4 months മുന്നേ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, റബീഷ ഒന്ന് പെട്ടെന്ന് വരാമോ, തൊടുപുഴയാണ്, പെട്ടെന്ന് വരാമോ, MC ഏൽപ്പിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനോട് പറയാടാ എനിക്ക് ഒരു ഇവന്റ് വന്നു, ഞാൻ പോവാണെന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി തൊടുപുഴ. പകുതി വഴി ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് പുള്ളിയുടെ പ്രോഗ്രാമാണ്. കേട്ടല്ലോ, ഇത് നിങ്ങൾ കേൾക്കണം. അതായത് ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഇവക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഇവക്ക് പിടിച്ചില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇവന്റിന് അറിയാതെ പോയി അവിടെ പോയിട്ട് അച്ചായനെ പൊക്കിയടിച്ച്, കണ്ണിലുണ്ണിയാണ് അങ്ങനെയൊക്കെ പൊക്കിയടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്ത് എത്തിക്സ് ഇരിക്കുന്നു? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അച്ചായൻ മോശക്കാരനാണെന്ന്, പിന്നെ ഇവന്റിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നമുക്ക് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ എന്ന്. എന്തോന്നാണ് നിങ്ങളുടെ എത്തിക്സ്? എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി ഞാൻ ചോദിക്കും, എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ ഇതിന്റെ പേരിൽ ചിലപ്പോൾ നീ എന്നത് തെറിവിളിക്കുമായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് വോട്ട് പറയും, ഞാൻ നെവർ മൈൻഡാണ്. ഞാൻ ഈ ഒരു കാര്യത്തിൽ പൂർണ്ണ സപ്പോർട്ട് അച്ചാനൊപ്പം തന്നെയാണ്. അച്ഛൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ ദേഹത്ത് തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചീരി ഒട്ടിക്കും, ഞാൻ ഒട്ടിച്ചിരിക്കും. പക്ഷേ ഇത് ബാക്കി ജോലിയുടെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തവരെ പോലും നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ അങ്ങനെ വിചാരിച്ച് നഴ്സുമാര് പോലും എത്ര. ഓക്കെ, ചേച്ചി പറയുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ആങ്കറിങ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾ പൊക്കി അടിക്കേണ്ടി വരുന്നു. അപ്പൊ ആങ്കറിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് മൊത്തത്തിലൊന്നും കിട്ടിക്കാണുമല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റിയിട്ട് തള്ളി മറിക്കലാണ് ആങ്കറിങ് എന്നുള്ളൊരു കാര്യം മനസ്സിലായില്ല. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ചേച്ചിയുടെ അടുത്ത് അത്രയ്ക്ക് ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത ചാറ്റ് ചെയ്ത വ്യക്തിയെ അടുത്ത് പിന്നെ പോയിട്ട് ആങ്കറിങ്ങിൽ പൊക്കി അടിക്കേണ്ട ഗതികേട് വന്ന ചേച്ചിയാണ്. കഷ്ടോടെ. ഇടേ നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിനക്കും ബോധമില്ലടാ. എടാ, ആണുങ്ങളായ പെണ്ണുങ്ങളെ നോക്കത്തില്ലേ? ചിലപ്പോൾ നമ്മളൊരു ചാറ്റ് ചെയ്യും, അത് ശരിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വാദിക്കുന്നതല്ല. പക്ഷെ നമ്മൾ ഒരാളടുത്ത് ഒരു രീതിയിൽ മോശമായിട്ട് പെരുമാറാണ്ട് നമ്മൾ ഒന്ന് സംസാരിച്ച് നോക്കും, ഇത് തെറ്റുണ്ടോ? നമുക്ക് ഇഷ്ടപ്പെടാത്ത ചാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് അടിച്ച് കളയുക, അല്ലെങ്കിൽ അപ്പോൾ പ്രതികരിക്കുക. ഇത് വർഷങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് പിന്നെ വരും കുടയും പിടിച്ചുകൊണ്ട്, അന്ന് എന്നെ പീപ്പിച്ചെന്നും അന്ന് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ട് കുണയടിച്ചുകൊണ്ട് വരും. അംഗീകരിക്കാൻ പറ്റൂല. ഇനി ഞാൻ വേറൊരു ട്രിക്കോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ ആൾക്കാർ. അപ്പോൾ ഞാൻ ഈ 1-2 പേരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് യോജിപ്പില്ല, ഞാൻ ഉറപ്പായിട്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കത്തുള്ളൂ. കാരണം ഞാനൊരാണെന്ന്, നാളെ എനിക്ക് ഈ അവസ്ഥ വന്നുകൂടാ എന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. എൻ്റെ അമ്മയുടെ ഫോണായിരുന്നു ഞാൻ യൂസ് ആക്കിയിരുന്നത്. പെൺകൊച്ചുങ്ങൾക്ക് ഒക്കെ ഇപ്പോൾ ഫോൺ വേണം എന്ന് പറഞ്ഞ് വാങ്ങിത്തന്നതാ ഒരു ഫോൺ. അയാൾ പക്ഷെ എന്നോട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, നമ്മൾക്ക് വിളിക്കാനും ഒക്കെ നിനക്ക് ഞാൻ ഫോൺ വാങ്ങി എന്നിട്ട് എന്നെ പൊട്ടനാക്കുവോ അല്ലേ എന്ന്. അതായത് ഈ കൊച്ചിൻ്റെ അമ്മയടുത്ത് പെരുമാറിയുന്നത് എന്തുവാണ് ഇതൊക്കെ? എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചുമ്മാ ആരും ആർക്കൊക്കെ അയച്ച് എന്തൊക്കെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നു, ഓരോ ഐഡന്റിറ്റി ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രംഗത്തൊന്നും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല?
ഇങ്ങനെ മുഖം മൂടി വച്ചിരുന്ന് അതിജീവിതമായിട്ടിരുന്ന് പ്രതികരിച്ചാൽ മതിയോ? ആ വ്യക്തി അങ്ങ് കരിവാരി തേച്ചാൽ മതിയോ? വിശ്വസിക്കരുത്, ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കരുത്. ഞാൻ നിന്നെയൊക്കെ ഒരെണ്ണത്തിനും സപ്പോർട്ട് ചെയ്യത്തില്ല ജീവിതത്തിൽ. കാരണം ഒരുപാട് ആണുങ്ങൾ ഇതുപോലത്തെ ഒരുപാട് ചാറ്റുകളും ഒരുപാട് വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. നാളെ ഞാനും ഫേസ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് നാളെ ഞാനും എൻ്റെ സർക്കിളിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയും എല്ലാം ഇതേ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തേക്കാം. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ തീരുമാനം എടുത്തതാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ കേസ് വന്നപ്പോൾ മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തൊരു തീരുമാനമാണ്. പരസ്പര ഇഷ്ടത്തോടെയോ അല്ലാതെ ഏതെങ്കിലും രീതിയിൽ വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത ചാറ്റും കൊണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ അംഗീകരിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തതാണ് ഞാൻ. ഓക്കെ, ഇപ്പോഴും അയാൾ എന്നെ കാണുമ്പോൾ അയാളുടെ സ്മൈൽ പോകും. പഴയ പോലെ ഇയാളുടെ അക്കൗണ്ടിലെ വീഡിയോസ് കാണുമ്പോൾ ആ പെൺകൊച്ചുങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നത്. കമന്റ് ഇടാൻ എന്നുമുണ്ട്, പക്ഷേ അയാൾ എന്ത് ചെയ്യാൻ മടിക്കില്ല. അയാൾക്ക് സപ്പോർട്ട് കുറേ പേരുണ്ട്, നാട്ടുകാർ സപ്പോർട്ട്, എല്ലാവരും ദൈവമാണെന്ന് പറയുന്നു. ഒരു ഹെൽപ്പ് ചെയ്യുമ്പോഴും പക്ഷേ ദ റിയൽ അച്ചായൻ ഇതാണ്, ആർക്കും അറിയില്ല. ഇവൻ പെൺപിള്ളേരെ പോലും നിന്ന് കൊടുക്കുന്നവർ ഉണ്ട്. ഈ നിന്ന് കൊടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അച്ചായന്റെ കൺസെന്റും ആ പെൺകുട്ടികളുടെ കൺസെന്റോടൊപ്പം അവർ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇവിടെ പരസ്പര കൺസെന്റുണ്ട്, പരസ്പര താല്പര്യത്തോട് പല പരിപാടിയും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇന്ത്യൻ നിയമപ്രകാരം. പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾ മറ്റേ അടുത്ത സദാചാരം എടുത്ത് അടിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ഇതൊരുമ മറ്റേ അടുത്ത പരിപാടിയാണ്. ഇത്രയും കാലം എവിടെയായിരുന്നു? ഈ ഒരു ചാറ്റ് കാണിച്ച് ഈ അക്കൗണ്ട് ഇട്ടിരിക്കുന്നവൻ ഈ ഒരു ചാറ്റ് കാണിച്ചപ്പോൾ ഇതിൽ ഒരു തെളിവുമില്ല. എന്തോ ചുമ്മാ അടിച്ച് ടൈപ്പ് ചെയ്തങ്ങ് വിട്ടിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഇത് ആരയച്ച മെസ്സേജാണ്. അവരുടെ ഐഡന്റിറ്റി എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല? അവര് അത്രയും നല്ലവരാണെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പുറത്തു പറഞ്ഞൂടെ? അപ്പോൾ ഒരാണിനെ കരിയർ തുലയ്ക്കാനും ഒരാണിന്റെ ജീവിതം തുലയ്ക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ നാറിയ പെണ്ണ് കേസ് കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കും. നാളെ ഈ ചാറ്റ് വിട്ടവന്റെ അടുത്ത് അടക്കമാണ് എനിക്ക് പറയാനുള്ളത്. നാളെ നിന്റെതും ഇങ്ങനെ വരും. അന്ന് നീ ആലോചിക്കണം. നമ്മളെല്ലാവരും സംസാരിക്കാറുണ്ട് അല്ലേ? നമ്മളെ ചിലപ്പോൾ ക്ലോസ് സർക്കിളിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ടാണെന്ന് തോന്നുന്നു നമ്മൾ സ്നേഹത്തോടെ പല വാക്കുകളും പറയും. അതൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ അന്ന് ഇങ്ങനെ ഇന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ചാറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അത് തന്തയില്ലായ്മ. ഈ വീഡിയോ കണ്ടപ്പോൾ ആണ് പറയാൻ തോന്നിയത്, താങ്ക്സ്, അയാൾ ഇനി ഇത് കാണിക്കല്ലേ. പിന്നെ ഭയങ്കര ഇതുപോലെ 2 years ബാക്ക് ഹെൽപ്പ് ചോദിച്ചു പോയി. അയാൾ എന്നോട് പഠിക്കുന്ന കാര്യം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ മദറും കൂടി പറഞ്ഞ് ഞാൻ അയാൾ വിളിച്ചിട്ട് ഓഫീസിലോട്ട് പോയി. അയാളുടെ ക്യാബിനിൽ മീൻസ് അയാളുടെ സീറ്റിൽ ക്യാമറ ഇല്ല. നോർമലി ഇത്രയുമായ വ്യക്തി വെക്കേണ്ടത് അയാൾ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അയാൾ ഫോൺ വീഡിയോസ് കാണുന്നു എന്നൊക്കെ ചോദിച്ചു. അയാളുടെ സോഫയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് സിപ്പ് ഊരിയിട്ട് ഇത് കണ്ടോ എൻ്റെ വെണ്ടയ്ക്ക ചെറുതൊന്നും വലുതാക്കി തരുവോ എന്ന്. ഇതൊക്കെ ഒരു നിസ്സാര ആരോപണമല്ല. ഇതിനൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ? ഇതാരാ പറഞ്ഞത്? ഇവർക്കത് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്തുകൊണ്ടാന്ന് കേസ് കൊടുത്തില്ല? ഞാൻ പണ്ട് പല വിഷയത്തിലും ഇതുപോലെ ഞാൻ വലിച്ചു കീറിയിട്ടുണ്ട് പലരെയും. പിന്നെ ഞാൻ ചിന്തിക്കും, എന്തിനാണ് നമ്മൾ അങ്ങനെ വലിച്ചു കീറുന്നത്? അന്ന് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്കത് പരാതിപ്പെട്ടുകൂടായിരുന്നു. ഇതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇത്രയും കാലം പരാതിപ്പെടാതെ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു ഇതൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട്? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. വെറും മ്ലാച്ഛകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെണ്ടയ്ക്ക വലുതാക്കി തരുമോ എന്ന്. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഞാൻ ക്ലാസിന്റെ ബ്രേക്ക് ടൈമാ, ഞാൻ പോയിട്ട് വരാം സാർ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി. അന്ന് തൊട്ട് കുറച്ച് ഡേയ്സ് ആയിട്ട് ഡെയിലി വീഡിയോ കോൾ എല്ലാം ചെയ്യും. ഞാൻ എടുക്കാത്തപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് മുങ്ങിയോ എന്നൊക്കെ ഒരുമാതിരി ചോദിക്കുകയായിരുന്നു. എന്നിട്ട് ക്ലാസിന്റെ ഫ്രണ്ടിൽ അയാളെ ഈ യെല്ലോ കാറും ഏതോ കൂപ്പറും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു. അക്കാഡമിയുടെ ഫ്രണ്ടിൽ കഴിഞ്ഞ ഒരു മന്ത് ഞാൻ അയാളോട് ഇത് സംസാരിക്കാനൊക്കെ പോയി. ബിക്കോസ് എൻ്റെ അമ്മ ആയിട്ട് നോർമൽ കോണ്ടാക്റ്റ് ആയിരുന്നു. ഇയാളുടെ സംസാരം പൊന്നെ ചക്കരെ പെണ്ണെ മക്കൾ ആ ഒരു വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കയ്യിലെടുക്കും. ഇതിപ്പോ എന്തോന്നടേ ഈ സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? അങ്ങനെ വെണ്ടക്കെടുത്ത് കാണിച്ചെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്തില്ല? ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് ഫേക്ക് ആണെന്നല്ല അറിയത്തില്ല, ഒരു കോപ്പുമില്ല. വെറുതെ ഒരു ചാറ്റ് എടുത്ത് വെച്ച് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ചുമ്മാ പ്രചരിപ്പിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവുമില്ല, ഒരു എവിഡൻസില്ല, ഒന്നുമില്ല, ഒരു മാങ്ങാ തൊലിയില്ല. അത് എന്നാന്ന് ചുരുക്കി പറയാൻ പറ്റുന്ന ഒരാളെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ അങ്ങ് ചുമ്മാ എടുത്ത് ഇടുവാണ്.
ഒരു തെളിവില്ല, ഒന്നുമില്ല. ഇനി വേറൊന്ന്, കണ്ടാൽ ഞാനൊരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തന്നെ അടുത്ത് വേറെ പോസ്റ്റ് ഇട്ടിരിക്കും. ഞാൻ ആ അമ്മയുടെ ഫോൺ യൂസ് ചെയ്യുന്ന വീട്ടിൽ പോകുമ്പോൾ മാത്രം അയാളോട് ക്ലാസ്സിൽ ആ കോട്ടയം ആ ടൈമിൽ ഇയാൾ എനിക്ക് ഫോണില്ലല്ലോ, അവളും അത്യാവശ്യമൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ മുൻപിൽ നിന്ന് വാങ്ങിച്ച് എന്നിട്ട് അയാൾ ഈ തെമ്മാടിത്തരം കാണിച്ചത് എന്നോട് പറഞ്ഞ് നിനക്ക് എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ വാങ്ങി തന്നെ എന്നിട്ട് പൊട്ടനാക്കുക അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോൾ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മോശക്കാരനാണെങ്കിൽ അത് നിങ്ങൾ അന്ന് പ്രതികരിക്കണമായിരുന്നു, പ്രതികരിച്ചിട്ടില്ല. ഞാനിനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനത്തെ കേസുകൾ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതിന് റീസൺ വേറെ ഒന്നുമില്ല, സ്പോട്ടിൽ പ്രതികരിക്കുന്നില്ല. ഓക്കെ, സ്പോട്ടിൽ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല, അതുമില്ല. ഓക്കെ, പോട്ടെ. സ്പോട്ടിൽ പ്രതികരിക്കാത്ത ധൈര്യമില്ലാത്ത നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും കാലം പ്രതികരിക്കാൻ ധൈര്യമില്ലാത്ത നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഒരു ധൈര്യം വന്നതെന്നാണ് എൻ്റെ ജെന്യുവനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഞാനിനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇത്രയും കാലം പ്രതികരിക്കില്ല. പെട്ടെന്ന് ഒരു നിമിഷം എന്തെങ്കിലും ഒരു വിഷയം വരുമ്പം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടായിട്ടിറങ്ങും പ്രതികരിക്കാനായിട്ട്. ഭയങ്കര പ്രതികരണ ശേഷിയാണ്. കഷ്ടം തോന്നുകയാണ്, വളരെയധികം പുച്ഛവും തോന്നുകയാണ്. എന്തായാലും അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയെ നശിപ്പിക്കാനായിട്ട്, ഇങ്ങനെ ഒരു പെണ്ണ് കേസ് കൊണ്ടിട്ട് നശിപ്പിക്കാനായിട്ട് മുതിരുന്നത് കാണുമ്പോൾ എനിക്ക് യോജിപ്പില്ല. പ്രതികരണ ശേഷികൾ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പൊ എന്തിന് പ്രതികരിക്കാൻ വരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ പൊളിറ്റിക്കൽ കരിയർ തകർക്കാൻ വേണ്ടിയിട്ട് പല ഫ്രോഡുകളും വേഷം കെട്ടി ഇറങ്ങി അതിജീവിതകളെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലും വന്ന് പാർട്ടിപരമായിട്ട് ആ വ്യക്തിയെ ചവിട്ടി താഴ്ക്കാൻ വേണ്ടിയിട്ടും കരിയർ തുലയ്ക്കാൻ വേണ്ടിയിട്ടും പെണ്ണ് വേഷം കെട്ടി വന്ന് ഒരുത്തൻ്റെ ജീവിതം തുലച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേ ഒരു സാധനമാണ് ഇപ്പോൾ ഈ പറയുന്ന ടോണിച്ചായൻ്റെ നെഞ്ചത്തും വണ്ടി ഓട്ടിക്കാനായിട്ട് കയറി ഇറങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ജെന്യുവനായിട്ടുള്ള കേസുകൾ തെളിവ് സഹിതം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാം. മറിച്ച് ഇതുപോലത്തെ ഫ്രോഡ് പരിപാടികളും കാണിച്ചുകൊണ്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ എന്തെങ്കിലും കുറെ ചാറ്റുകൾ എഴുതി പിടിപ്പിച്ച കുറെ കഥകളും വാരി വിതറിക്കൊണ്ട് ഒരാളുടെ കരിയർ ഒരു പെണ്ണ് കേസ് വെച്ച് തകർക്കാൻ ശ്രമിക്കുന്ന ഭൂലോക ചെറ്റകളെടുത്ത് എനിക്കൊന്നും പറയാനില്ല. ചുമ്മാ വന്നിരുന്നിട്ട് എന്തെങ്കിലും വായി തോന്നി വിളിച്ച് പറയും. വെറും അപരാധം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്. ചിലപ്പോൾ ഇതിൽ കുറെ പേര് പറയും നാളെ നിന്റെയൊക്കെ വീട്ടിൽ സംഭവിച്ചാലേ എൻ്റെ വീട്ടിൽ സംഭവിച്ചാൽ അപ്പോൾ നമുക്ക് നോക്കാം. അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രതികരിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരാൻ പോകുന്നില്ല. മനസ്സിലായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിച്ചോ, അത്രേ ഉള്ളൂ. കൂടുതൽ പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.